താൽക്കാലിക വെടിനിർത്തലുമായി വന്നപ്പോൾ അമേരിക്ക എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ അത് എപ്പോൾ വേണമെങ്കിലും പിൻവലിച്ച് അവർ ഇത്രയും നാളും കാണിച്ച നെറുകേടുകളുടെ ഒരു പാത പിന്തുടരുകയാണെങ്കിൽ വിതിൻ നോ ടൈം അവർ വീണ്ടും റിറ്റാലിയേഷന് വേണ്ടി തിരിച്ചു വരും. ആ സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ സ്ഫോടനാത്മകമായി അണുവായുധം ഉൾപ്പെടെ പ്രയോഗിക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഉത്തര കൊറിയൻ ഏകാധിപതിയായ കിം ജോങ് ഉൻ. ഇവിടെ ഉത്തര കൊറിയ റഷ്യൻ പ്രതിനിധി സംഘവുമായി ചർച്ചകൾ നടത്തുന്നു. പ്യോങ്യാങ്ങിൽ അത്തരത്തിലുള്ള ഒരു നീക്കമാണ് തുടങ്ങുന്നത്. മോസ്കോയും അതുപോലെ തന്നെ ഉത്തര കൊറിയൻ രാജ്യത്തിന്റെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിലും കൃത്യമായിട്ടുള്ള ചില ചർച്ചകൾ അതൊരുപക്ഷെ ഉഭയകക്ഷി ചർച്ചയിലേക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് പറയുന്നത്. റഷ്യ ഒരു ജനാധിപത്യ രാജ്യമൊന്നുമല്ല. വ്ളാഡിമിർ പുടിന് 2036 വരെ പരമാധികാരം കൊടുത്തിട്ടുണ്ട്. റഷ്യ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഏറ്റവും വലിയ തീരുമാനം കൃത്യമായും സോവിയറ്റ് യൂണിയന്റെ ആ പ്രൗഢിയും പ്രതാപവും തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കരയ്ക്കടുപ്പിക്കുക. അത് മാത്രമല്ല, റഷ്യയുടെ മുമ്പിലുള്ള പല പ്രധാന തീരുമാനങ്ങൾ അവർ പല രാജ്യങ്ങളുടെയും പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഉക്രൈൻ തന്നെയാണ്. ഉക്രൈനെ പരിപൂർണമായി ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇനിയും താമസിച്ചിട്ടില്ല. അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ട്രംപിന്റെ മുഖത്ത് നോക്കി തന്നെ വളരെ വ്യക്തമായി പുടിൻ പറഞ്ഞു, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, കുറച്ചു നാളത്തേക്കല്ലേ ഈ സ്ഥാനമാനങ്ങളുള്ളൂ, ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന വാക്ക് തന്നെയാണ് കടമെടുത്ത് പറയേണ്ടത്. ആ രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ആയിരുന്നു പുടിൻ തുടക്കം മുതൽ ഒടുക്കം വരെ കാണിച്ചത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ റഷ്യയുടെ ഏറ്റവും മികച്ച രീതിയിലുള്ള പിന്തുണ ഈ യുദ്ധം ജയിക്കാൻ ഇറാന്റെ പരമോന്നതകാരിയായി ഇപ്പോൾ സ്ഥാനമേറ്റിരിക്കുന്ന മുസ്തഫ ഖമേനി പറഞ്ഞിരിക്കുന്നത്, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിന് ജയിക്കാൻ ഏറ്റവും മികച്ച രീതിയിൽ ഇന്ധനം നൽകിയ രാജ്യം റഷ്യ തന്നെയാണ്. അത് കഴിഞ്ഞേ വരുന്നുള്ളൂ മറ്റേത് രാജ്യത്തിന്റെയും ഇടപെടൽ. റഷ്യയാണ് ഇപ്പോൾ GCC രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ അമേരിക്കയ്ക്ക് എതിരായി നിർത്താനും അമേരിക്ക ഇസ്രയേലിനെ ഇനിയും കൈയൊഴിഞ്ഞില്ല എങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും വളരെ വ്യക്തമായി ഇറാൻ പറയുമ്പോൾ റഷ്യ പറയുന്നു, ഒന്നുകൂടി കനപ്പിച്ച ഭാഷയിൽ പറയുന്നു, ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ കൂടി ബാധ്യസ്ഥരാണ്, ഞങ്ങൾ കൂടി അതേ രീതിയിൽ തന്നെ മറുപടി പറയും എന്ന് റഷ്യയുടെ രാജ്യതലസ്ഥാനമായ മോസ്കോയിൽ വ്യക്തമായി തന്നെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നു. നോക്കൂ, 2026 എന്നത് നിർണായക വർഷമാണ് GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ എടുത്തിരിക്കുന്ന തീരുമാനം എന്നത് റഷ്യ തുടർന്നും സഹായങ്ങൾ കൊടുക്കുക,